അച്ഛനപ്പോ കോടീശ്വരനാണ്. അതെ. കോടികളുടെ ബിസിനസ്. ഓ ഭാഗ്യം കേട്ടോ. അല്ല അങ്കിളുടെ ജോബ് എന്താ? അങ്കിള് പലതും ചെയ്യും, ഇതൊന്നൊന്നുമില്ല. മോളെ അങ്കിളൊരു പൊളിറ്റീഷ്യനാണ് കേട്ടോ. അതൊരു ജോബാണോ? പിന്നെ അതറിഞ്ഞൂടാ? അയ്യോ, ഇവിടെ സൂര്യൻ ഉദിക്കണതും അസ്തമിക്കണതും ഇവര് സാമൂഹ്യ സേവനം ചെയ്യുന്നത് കൊണ്ടാ. ഗ്രേറ്റ് അങ്കിൾ. എനിക്ക് ഈ സോഷ്യൽ വർക്ക് ചെയ്യുന്നവർ ഒരുപാട് ഇഷ്ടമാണ്. അത് അങ്ങനെയാണ് മോളെ, അത് നല്ല കാര്യമാണ്. ഈ സോഷ്യൽ സർവീസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. ജോലി ചെയ്ത് ശമ്പളം മേടിക്കാനും അതൊക്കെ എല്ലാവർക്കും പറ്റും. പക്ഷേ നമ്മൾ ഈ സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് അവർക്ക് വേണ്ട നീതി മേടിച്ചു കൊടുക്കണമെങ്കിലേ നല്ല മനസ്സുള്ളിലുണ്ടാവണം. അതൊന്നും ദാഹിച്ചു വരുന്ന ഭർത്താവിന് ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം പോലും കൊടുക്കാത്ത ഭാര്യമാർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. മോളെ ഡാഡിയെ എന്തായാലും എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരണം കേട്ടോ. ഞങ്ങൾ ഒരുപാട് ബിസിനസ് പ്ലാനിങ് അങ്ങനത്തെ തലയിലുണ്ട്. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് നമ്മുടെ നാടിനൊക്കെ ഒരുപാട് വികസനങ്ങൾ ചെയ്യാൻ പറ്റും. ആ വാ പിങ്കി ബേബി, വാട്ട് എ സർപ്രൈസ്. നീ എന്തായാലും ഇവിടെ? എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. നീ ഇവരൊക്കെ പരിചയപ്പെട്ട? ഇത് തങ്ക ആന്റി, ഇത് ക്ലീറ്റസ് അങ്കിള്, ഇത് ജിത്തു അങ്കിള്. ഞങ്ങൾ പരിചയപ്പെട്ടു കൊച്ചിനെ. നീ പരിചയപ്പെടുത്തണ്ട മോളെ. അങ്കിളൊരു വലിയ സംശയം. മോളുടെ അച്ഛൻ ഭയങ്കര കോടീശ്വരൻ, വലിയ ബിസിനസ് മാനൊക്കെ അല്ലേ? എങ്ങനെ അവനെ ഇഷ്ടപ്പെട്ടത്? അത് ഞാനും ഇപ്പൊ ആലോചിക്കുന്നുണ്ടെങ്കിൽ. നോ ബേബി നോ. അങ്കിളെ ഈ പൊളിറ്റിക്സിൽ കാല് പറഞ്ഞ പോലെ വാരല്ലേ, ഇത് റിലേഷൻഷിപ്പാണ്, ഞങ്ങളുടെ തകർന്നു. ജിത്തു, ഐ വാണ്ട് ടു ടോക്ക് ടു യു. ഓഫ് കോഴ്സ് ബേബി, വൈ നോട്ട്. എക്സ്ക്യൂസ് മീ ബേബി, ദിസ് വേ. ചായ കുടിച്ചില്ല. നല്ല ഇംഗ്ലീഷ് കൊച്ച്. നിങ്ങളുടെ തലയ്ക്കകത്ത് ആൾ താമസം ഇല്ലേ? എന്ത്? നിങ്ങൾ എന്തിനാ പെങ്കുച്ചിനോട് അങ്ങനെ ചോദിച്ചത്? ഞാൻ എന്ത് ചോദിച്ചു? നിങ്ങൾ ചോദിച്ചില്ല അവൻ എങ്ങനെ ഇഷ്ടപ്പെട്ടതെന്ന്? അതെന്തിനാ അങ്ങനെ ചോദിച്ചെന്ന്? അതൊരു തമാശ പറഞ്ഞു. ഞാൻ തമാശ. അവരുടെ ബന്ധം പോലും ഇല്ലാതാവൂലേ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ? ഇവൻ അത്ര മോശക്കാരനാന്ന് വിചാരിക്കൂലേ? അയ്യോ, എന്തൊക്കെ അയ്യോ? നിനക്കത് മനസ്സിലായില്ലേ? നീ ആ പെങ്കൊച്ചിനെ ഇരുത്തിക്കൊണ്ട് എന്നെ കുറെ ആക്കിയല്ല, ചൊറിഞ്ഞല്ല നീ എന്നെ. ഞാനാ? ഞാൻ ജോലിക്ക് പോണില്ല നീ പറഞ്ഞില്ലേടി? എന്റെ ദൈവം, ഇത് ആരോടൊന്ന് പറയാനില്ലല്ലോ. ഞാൻ പറഞ്ഞോ ക്ലീറ്റ ജോലിക്ക് നീ പോയി? പറഞ്ഞു വന്നതിന്റെ പൊരുളൊക്കെ അത് തന്നെയാണ്, എനിക്കറിയാം കേട്ടാ. അറിയാമെങ്കിൽ കണക്കായി പോയി. കണ്ടുപടിയല്ലേ ആ കൊച്ചിനെ, ആ പെങ്കൊച്ചിനെ. കല്യാണം പോലും കഴിച്ചില്ല. അവൻ വന്നപ്പോ അവൾ എഴുന്നേറ്റ് നിന്ന് വേണ്ട. എന്തൊരു മര്യാദയാണ്. പെണ്ണുങ്ങളായ അങ്ങനെ വേണം. അല്ലാതെ ദാഹിച്ച് വലഞ്ഞു വരുന്ന ഭർത്താവിന് നാരങ്ങ വെള്ളവും കൊടുക്കാതെ എങ്ങനെ മൈലാഞ്ചി ഇട്ടിട്ട് എങ്ങനെ അണിഞ്ഞൊരുങ്ങി ഇരിക്കുകയാണ് ചെറുപ്പക്കാരിയായിട്ട്. എന്റെ ക്ലീറ്റോ, ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരു ഇച്ചിരി മൈലാഞ്ചി കയ്യിലിട്ടു, അത് കഴിഞ്ഞില്ലേ? അതെ, അത് കഴുകി കളഞ്ഞു ഞാൻ. ക്ലീറ്റോനെ 1-9 നാരങ്ങ കയ്യിൽ കഴുകി കളഞ്ഞാൽ എന്റെ മനസ്സിലത് ഇങ്ങനെ കിടപ്പുണ്ട്, എന്റെ ഉള്ളിൽ കിടപ്പുണ്ട് അതൊരു കറയായിട്ട്. എന്നും കാണും, ഞാൻ എന്നും പറയുകയും ചെയ്യും അത്. അതെ, മനുഷ്യന്റെ സ്വഭാവം ആദ്യം നന്നാവണം, ക്യാരക്ടർ. അല്ലാതെ സൗന്ദര്യം ഉണ്ടാക്കി കയ്യിൽ മിനിസ് ഇതെല്ലാം ഇട്ടിട്ട് ഇരുന്നാൽ ഇതാവൂല. ആദ്യം സ്വഭാവം നന്നാവണം. മൈലാഞ്ചി ഇട്ട് അവൻ്റെ മണവാട്ടിയെ പോലെ അങ്ങനെ അണിഞ്ഞങ്ങ് ഇരിക്കുകയാണ്. പിള്ളേരെ കണ്ടുപിടിക്ക്. വെറുതെയാണ് നമ്മൾ ഈ ന്യൂ ജനറേഷൻ പിള്ളേരെ കുറ്റം പറയണത്. അതിൻ്റെ പകുതിയിലൊരു അംശം വകതിരിവ് ഓൾഡ് ജനറേഷൻ നിനക്കൊന്നുമില്ല.